ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബ്രൈറ്റർ സൈഡ്. മാർച്ച് 31-നകം ആധാറുമായിട്ട് പാൻ കാർഡ് ലിങ്ക് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ലിങ്ക് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മുടെ പാൻ കാർഡ് റദ്ദാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മാർച്ച് 31-നകം നമ്മൾ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ല എങ്കിൽ ലിങ്ക് ചെയ്യുക. ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യണമെങ്കിൽ ആധാറുമായിട്ട് പാൻ ബന്ധിപ്പിക്കേണ്ടതാണ്. അതിനുള്ള അവസാന തീയതിയാണ് മാർച്ച് 31 എന്ന് പറയുന്നത്. അപ്പോൾ മാർച്ച് 31-നകം ആധാറുമായിട്ട് ലിങ്ക് ചെയ്തില്ല എങ്കിൽ ഭാവിയിൽ നിരവധി പ്രശ്നങ്ങൾ നേരിട്ടേക്കാം. കഴിഞ്ഞ വർഷം തന്നെ 11.4 ലക്ഷം പാൻ കാർഡുകൾ സർക്കാർ നിർജീവമാക്കി. മാർച്ച് 31 എന്ന അവസാന ദിവസം പിന്നിട്ടാൽ ലിങ്ക് ചെയ്യാത്ത പാൻ കാർഡുകൾ കൂടി നിർജീവമായേക്കാം. അതുപോലെ തന്നെ പാൻ നിർജീവമായാൽ റിട്ടേൺ ഫയൽ ചെയ്യാൻ കഴിയില്ലെന്ന് മാത്രമല്ല, റീഫണ്ട് ലഭിക്കുകയും ചെയ്യുന്നില്ല. അതുപോലെ തന്നെ തിരിച്ച് വീണ്ടും നമ്മൾ പാൻ ആക്റ്റീവാക്കി എടുക്കുന്നതിന് വേണ്ടി കുറച്ച് ഓടേണ്ടി വരും. അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ ഇനി ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഈ പാൻ നമ്മുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് എങ്ങനെ കൺഫേം ചെയ്യാം. അപ്പോൾ നമ്മുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് എങ്ങനെ അറിയണമെങ്കിൽ നമുക്ക് ഇൻകം ടാക്സിൻ്റെ സൈറ്റിൽ പോവുക. ഇതിൽ ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ ഈ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, www.incometaxindia.efiling.gov.in. അപ്പോൾ അതിൽ പോവുക. അതിന് ലെഫ്റ്റ് സൈഡായിട്ട് ലിങ്ക് ആധാർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് ക്വിക്ക് ലിങ്ക്സിൻ്റെ താഴെയായിട്ട് ലിങ്ക് ആധാർ ഓപ്ഷൻ ഉണ്ട്. അതിൽ സെലക്ട് ചെയ്യാൻ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ലെഫ്റ്റ് സൈഡിൽ ലിങ്ക് ആധാർ ഞാൻ യെല്ലോ കളർ വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ഓപ്ഷൻ കിട്ടും. അപ്പോൾ നമ്മുടെ പാൻ ഐ ഡിയും അല്ലെങ്കിൽ ആധാർ നമ്പറും കൂടെ കൊടുക്കുന്നതിനുള്ള, അതുപോലെ തന്നെ ആധാറിലുള്ള പേരും കൂടെ കൊടുക്കുക. പാൻ ഐ ഡി, ആധാറിലുള്ള പേര് അത് കൊടുത്തിട്ട് ക്യാപ്ച കൂടി നമ്മൾ എൻ്റർ ചെയ്യണം. അത് എൻ്റർ ചെയ്യുമ്പോൾ നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടും. ഞാനൊരു സാമ്പിൾ ഐ ഡി കൊടുത്തിട്ടുണ്ട്. ഒരു ജസ്റ്റ് ഡമ്മി കോഡാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ വരും. നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ ലിങ്ക് ആധാർ, അപ്പോൾ ഇതൊക്കെയാണ് പാൻ, ആധാർ നമ്പർ, പിന്നെ നെയിം ആസ് പെർ ആധാർ, നമ്മുടെ അത് അഗ്രി ചെയ്യുക, തന്നിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ്. അതുപോലെ തന്നെ അതിനുശേഷം നമുക്ക് ഇങ്ങനെ ഓപ്ഷൻ കിട്ടും. പാൻ 2 കോളം കിട്ടും. ഒന്നിൽ പാൻ ഐ ഡി എൻട്രി ചെയ്യുക, അടുത്തതിൽ ആധാർ നമ്പർ എൻട്രി ചെയ്യുക. അപ്പോൾ ഒരു ഓപ്ഷൻ വരും, യുവർ പാൻ നമ്മുടെ പാൻ ആൾറെഡി ലിങ്ക് ആയിട്ടുണ്ടെങ്കിൽ യുവർ പാൻ ഈസ് ആൾറെഡി ലിങ്ക്ഡ് വിത്ത് ആധാർ എന്ന് വരും. ഒരുപക്ഷെ കഴിഞ്ഞ വർഷമൊക്കെ റിട്ടേൺ ഫയൽ ചെയ്തവർക്ക് പ്രശ്നം വരാൻ സാധ്യതയില്ല. കാരണം നമ്മൾ ഇതുപോലെ തന്നെ കഴിഞ്ഞ വർഷവും നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടിയിരുന്നു. മാർച്ച് 31-ന് മുന്നായിട്ട് പാൻ ആധാറുമായിട്ട് ലിങ്ക് ചെയ്യണമെന്ന്. സോ അങ്ങനെയുള്ളവർക്ക് പ്രശ്നം വരാൻ സാധ്യതയില്ല. എന്നാലും ഒന്ന് ചെക്ക് ചെയ്തോളൂ. ഇൻ കേസ് എന്തെങ്കിലും ഡിസ്ക്രിപ്പൻസി ഉണ്ടെങ്കിൽ നമുക്കത് കറക്റ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതൊക്കെയാണ് പാൻ ആധാറുമായിട്ട് ലിങ്ക് ചെയ്യേണ്ട ഇമ്പോർട്ടൻസ്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. മാർച്ച് 31 ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യണമെങ്കിൽ നമുക്കത് നിർബന്ധമായിട്ടും പാൻ ബന്ധിപ്പിച്ചിരിക്കണം. അതിനുള്ള അവസാന തീയതിയാണിത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുള്ളവർക്ക് ഞാൻ ഈ പറഞ്ഞ രീതിയിലൂടെ ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ പാൻ ആൾറെഡി ലിങ്ക്ഡ് ആയിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇതെല്ലാവർക്കും ഉപയോഗപ്രദമാണെന്ന് വിശ്വസിക്കുന്നു. സോ we will be back with another useful episode. Thank you all.